വേണോ ഇനിയും ഈ കുരുതിക്കളം? വിശ്വാസത്തിൽ പുനർചിന്ത വേണ്ടേ? വെന്തുരുകി ചിതറിത്തെറിക്കുന്നത് എത്രയെത്ര മനുഷ്യജീവനുകൾ! കൊലയാനകളുടെ കൊമ്പിലും കുളമ്പിലും അവസാനിക്കുന്ന മനുഷ്യരും എത്ര! കരിയും കരിമരുന്നും ഉപേക്ഷിച്ചാൽ ദൈവം കോപിക്കുമോ? ഒരു നിമിഷത്തെ ദൃശ്യ സൗന്ദര്യത്തിന് വേണ്ടി ഇനിയും ഒരു ജീവനും പൊലിയാൻ പാടില്ലെന്ന് തീരുമാനിക്കാൻ ഈ ആധുനിക സമൂഹത്തിന് കഴിയില്ലേ? വെടിക്കെട്ട് അപകടങ്ങളിലും നാട്ടാനകളുടെ കലിയിലും പെട്ട് ഇതിനകം കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് മനുഷ്യജീവനുകളാണ്. ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പേരിലുള്ള ആഘോഷങ്ങൾക്കിടയിലാണ്. നൂറുകണക്കിന് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒഴിവാക്കിയാണ് നാം ഇതുവരെ എത്തിയത്. വിശ്വാസത്തിന്റെ പേരിൽ നടന്ന നരബലികളും ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിച്ചിരുന്ന സതീ സമ്പ്രദായവുമൊക്കെ നമ്മുടെ പൂർവികർ എതിർത്ത് പരാജയപ്പെടുത്തി അവസാനിപ്പിച്ചു. കാലം മുന്നോട്ട് യാത്ര ചെയ്തു. നാം ശാസ്ത്രയുഗത്തിലെത്തി. ഇനിയെങ്കിലും മരണം പതിയിരിക്കുന്ന ഈ അപകടക്കുഴികളിൽ നിന്ന് മോചനം വേണ്ടേ? വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പും ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് എത്രയോ സന്യാസിവര്യന്മാർ നമ്മോട് പറഞ്ഞു. അഥവാ ഇതാണ് വിശ്വാസമെങ്കിൽ പണവും ഐശ്വര്യങ്ങളും ലഭിക്കുമെന്ന് വിശ്വസിച്ച് നരബലി നടത്തിയ ഇലന്തൂരിലെ ദമ്പതികളും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? 2016 പുറ്റിങ്ങലിൽ 110 പേരാണ് വെടിമരുന്നിൽ കത്തിയമർന്നത്. 350-ലേറെ പേർക്ക് പരിക്കേറ്റു. 1952 ശബരിമലയിലെ വെടിപ്പുര അഗ്നിബാധയിൽ മരിച്ചത് 62 പേരാണ്. തൃശൂർ കണ്ടശം കടവ് പള്ളിപ്പെരുന്നാളിന് 1984 മരിച്ചത് 20 പേർ. 2024 നീലേശ്വരത്ത് 150-ലധികം പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ മരിച്ചു. ഇത്തരം ചെറുതും വലുതുമായ നിരവധി വെടിക്കെട്ട് അപകടങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പടക്ക നിർമ്മാണശാലകളിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങളും മരണവും പരിക്കുകളും വേറെ. ഇതോടൊപ്പമാണ് നാട്ടാനയിടഞ്ഞുള്ള കൊലപാതകങ്ങൾ. ഇങ്ങനെ ദുരന്തങ്ങൾ പതിയിരുന്ന് ജീവനെടുക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ നമുക്ക് വേണ്ടെന്ന് വയ്ക്കണം. പള്ളിയായാലും അമ്പലമായാലും മോസ്കായാലും മാനവികതയല്ലാത്ത ആചാരങ്ങൾ അന്ധവിശ്വാസമാണെന്ന് പ്രഖ്യാപിക്കണം. മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന ആചാരങ്ങൾ അതെന്ത് തന്നെ ആയാലും തടയാൻ അധികാരികളും മതാചാര്യന്മാരും രംഗത്തിറങ്ങണം. ഇല്ലെങ്കിൽ കോടതി ഇടപെടണം. സാംസ്കാരിക കേരളം ഉണരണം. ഇനിയും ഇങ്ങനെ ഒരാളും കൊല്ലപ്പെടരുത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.